ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. சார் 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 சிலை வேணுமா சார்? நல்ல சிலை தான் சார். പ്രിയങ്കയെ അവർ പിക്ക് ചെയ്ത സ്ഥലം, പ്രിയങ്ക മരിച്ചു കിടന്ന സ്ഥലം, ഇതിനിടയിലുള്ള ദൂരമാണ്, അതിന്റെ വ്യക്തതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ പ്രിപ്പയർ ഫോർ ദാറ്റ്. എത്രയും വേഗം നമുക്കത് കണ്ടെത്താനാവുന്ന വിശ്വാസമുണ്ട് മാഡം. അടുത്ത ടീം മീറ്റിംഗില് വെറും വിശ്വാസം പോരാ, ഉറച്ച വിശ്വാസം തന്നെ വേണം. ഓക്കേ? ആ നാടോടി സംഘം അത് നമുക്ക് വളരെ നിർണായകമാണ്. അവരെ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ മാഡം. ஏய், இது யாருக்கடி? உனக்கு இங்க இருந்து சாப்பிட கூடாதா? இது என்னோட பொண்ணுக்கு. அவளோட உடம்பும் மனமும் சரியில்லை, அங்க படுத்திருக்கு. பைத்தியக்காரி. அவ பொண்ணு இறந்து போச்சு, அது தெரியாம அவ பொண்ணு பொண்ணுன்னு சொல்லி நடக்குது. பொண்ணு இறந்து போச்சுன்னு யாருக்கும் அவகிட்ட சொல்ல முடியாது. മല്ലി, മല്ലി മോളെ, മല്ലി കണ്ണു തുറമ്മ. മല്ലി, മല്ലി. எவ்வளவு நேரமா தூங்குறது? சாப்பிட வேண்டாமா? എനിക്ക് ഇനിയും ഉറങ്ങണം, നല്ല ക്ഷീണം. சாப்பிட்டுட்டு தூங்கம்மா. எழுந்துருமா. എനിക്ക് വേണ്ട. எனக்கு நீ மட்டும்தான் இருக்கு. நீ சாப்பிடாம இருந்தா எனக்கு நிம்மதி கிடைக்குமா? சாப்பிடமா. சாப்பிடமா. ആരതി വർമ്മയുടെയും കൂട്ടാളികളുടെയും സഞ്ചാരം ഏത് വഴിക്കാണെന്ന് കണ്ടെത്തിയോ? ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ട്, പക്ഷേ നോ ഐഡിയ. നീക്കങ്ങളെല്ലാം വളരെ രഹസ്യമാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് മുൻകൂർ നോട്ടീസ് തന്നിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുവോ? യൂണിഫോം ഇട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി യൂണിഫോം ഇല്ലാതെ അവര് ഭംഗിയായി ചെയ്യുന്നു. അതല്ലേ സത്യം. താൻ കളിയാകൊന്നും വേണ്ട. എല്ലാരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ച് തടഞ്ഞില്ലെങ്കിൽ മലവെള്ളം വന്ന് ഒഴുകിപ്പോകുന്ന പോലെ എന്റെയും തന്റെ അഭിമാനങ്ങളും പദവികളും അങ്ങ് ഒഴുകി പോവും. മുമ്പ് അഡ്വക്കേറ്റ് ആരതി വർമ്മ ഇടപെട്ടിരുന്ന 1-2 കേസിലെ പോലീസ് ഓഫീസർമാരെ ഞാൻ വിളിച്ചിരുന്നു. മിന്നൽ നീക്കം, അതാണ് അവർ പ്രയോഗിച്ച വാക്ക്. ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാരും കോടതിയിൽ എത്തിയപ്പോ പോലും അവരെ ഞെട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ് ആരതി വർമ്മയ്ക്ക്. പ്രിയങ്കയുടെ ആളുകൾ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി വിട്ട സ്ഥലം വരെ അഡ്വക്കേറ്റ് ആരതി മനപ്പാടമാക്കിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആളുകൾ പ്രിയങ്കയെ കൊണ്ടുപോയ ആ ദൂരമാണ് ഇനി ബാക്കിയുള്ളത്. CCTV-കൾ ഒഴിവാക്കി വളരെ വിദഗ്ധമായ രീതിയിലാ കൊണ്ടുപോയിരിക്കുന്നെന്നാ താൻ പറഞ്ഞത്. അത് സത്യമാണോ? അതെ. അഡ്വക്കേറ്റ് ആരതിയുടെ അന്വേഷണം അവിടം കൊണ്ട് നിൽക്കും. ഈ ചെയ്തവന്മാര് പ്രിയങ്ക ഏർപ്പാടാക്കിയ ഗുണ്ടകളെ പോലെ അവസാനം കോടതിയിൽ ഒന്ന് ചിരിച്ചോണ്ടിരിക്കോ?
കോമാളികളും ക്രിമിനൽസും തമ്മിൽ വ്യത്യാസമുണ്ട് സാറേ. എന്തായാലും സാറ് ധൈര്യമായിട്ടിരിക്കെ. മറ്റൊരു മാർഗമില്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ നമുക്ക് റാഞ്ചാം. അഡ്വക്കേറ്റിന് എന്തുകൊണ്ട് പറ്റൂല? പണം കൊടുക്കുന്ന ഗുണ്ടകൾക്ക് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാളെ അങ്ങ് പൊക്കിക്കോ എന്നേ പറയണ്ടൂ. അല്ലാതെ അയാളുടെ ഡിഗ്രി പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം സാർ, പേടിക്കണ്ട. വേഗം മാമാ. சார் 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 சிலை வேணுமா சார்? நல்ல சிலை தான் சார். விலை கம்மியா இருக்கு சார். ஏதாச்சும் ஒரு சிலை எடுங்க சார். ஒரு சிலையாவது எடுங்க சார். இது கொஞ்சம் பாரு சார். கம்மிதான் சார், விலை கம்மியா இருக்கு. எடுங்க சார். വേണ്ട വേണ്ട. എന്തു പറ്റിയോടോ? എവിടെമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. വിഗ്രഹം വെക്കുന്നതിന്റെ മറവില് ഏർപ്പാടുകൾ വേറെ പലതും ഉണ്ട്. വിട്ടുകളയടോ. ചെല്ല് ഓ. പോവാൻ പറഞ്ഞില്ലേ? വാ മലി, വാമാ, വാ വാ.